സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് ശബ്ദ തരംഗങ്ങളെ ഡാഷ് ആക്കി മാറ്റിയാണ്. വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് ശബ്ദ തരംഗങ്ങളെ പ്രകാശ തരംഗങ്ങളാക്കി മാറ്റിയാണ്. ഓപ്ഷൻ ഡി, പ്രകാശ തരംഗങ്ങൾ. നികുതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. നികുതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 265. അനുച്ഛേദം 265 ആണ് നികുതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ്. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ് മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. കുറിച്യ കലാപത്തിന്റെ കാരണം താഴെ കൊടുത്തതിൽ ഏതാണ്? തന്നിരിക്കുന്നു. ബ്രിട്ടീഷുകാർ അധികം നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതെല്ലാം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം കുറിച്യ കലാപത്തിന്റെ കാരണങ്ങളാണ്. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്ന പേര്. 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെട്ടിരുന്നത് ബ്ലാക്ക് ബജറ്റ് എന്നാണ്. ബ്ലാക്ക് ബജറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. രാജ്യസഭയുടെ കാലാവധി എത്ര? രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം 27 ദിവസമാണ്. 27 ദിവസം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1921 വാഗൺ ദുരന്തത്തെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം. 2 പ്രസ്താവനകളും ശരിയാണ്. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ് 3 അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. പശ്ചിമ ബംഗാൾ. ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ബായി ആണ്. ഗൗരി പാർവതി ബായി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് 1895 സ്ഥാപിതമായ മുല്ലപ്പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതി. ലോക ബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി.
തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഓപ്ഷൻ സി ആണ്. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ജലനിധി പദ്ധതി. ജലനിധി പദ്ധതി. എയും ബിയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് 1895 സ്ഥാപിതമായ മുല്ലപ്പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതി. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആന്ധ്രാപ്രദേശാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. ബൊക്കാറോ ജാർഖണ്ഡ്, ഭിലായ് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3, 4. ബൊക്കാറോ ഇരുമ്പുരുക്കശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഭിലായ് ഇരുമ്പുരുക്കശാല ഛത്തീസ്ഗഡിലാണ്. റൂർക്കേല ഒഡീഷയിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. നിയമവാഴ്ച ബ്രിട്ടൻ. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി KB മേനോനാണ്. KB മേനോൻ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹീമോഫീലിയ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993 ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12. 1 ന്യൂട്ടൺ സമം ഡാഷ് ഡൈൻ. 1 ന്യൂട്ടൺ സമം ഡാഷ് ഡൈൻ. 10⁵ ആണ്. 1 ന്യൂട്ടൺ സമം 10⁵ ഡൈൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. നാറ്റോയുടെ ആസ്ഥാനം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ബ്രസൽസ്. ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പിനെയാണ്. അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? നിർമ്മല സീതാരാമൻ. ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. മീസോസ്ഫിയർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യക്ക് ഔദ്യോഗിക മതം ഇല്ല. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുൺ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്.
എല്ലാം ശരിയാണ്. അരുണ അസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നു. മാഡം ബിക്കാജി കാമയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ഒരു ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. എവിടെയാണ് ഉയർത്തിയത്? ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിലാണ്. പണ്ഡിത രമാബായി ബോംബെയിലെ ശാരദാ സദൻ സ്ഥാപിച്ചു. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലേക്ക് കണ്ടോൺമെന്റ് കണ്ണൂർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. അപ്പോൾ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ശരിയാണ്. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്? 5 IITകളാണ്. 5 IITകൾ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? റിട്ടുകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏതാണ്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പെഹലെ ഗാന്ധി. ഗാന്ധി സേ പെഹലെ ഗാന്ധി. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് 18-ാം നൂറ്റാണ്ടോടെയാണ്. 18-ാം നൂറ്റാണ്ട്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനം. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം അലിയ CX-300. അലിയ CX-300. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് ഏതു പേരിൽ? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പൗരത്വം. അനുച്ഛേദം 5 മുതൽ 11 വരെയാണ്. അനുച്ഛേദം 5 മുതൽ 11 വരെ. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക്, ബട്ടർഫ്ലൈ സഫാരി പാർക്ക്
സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെന്മല. 2023 ജൂലൈ 14 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ പ്രഗ്യാൻ എന്ന റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? പ്രഗ്യാൻ റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? 14 ഭൗമദിനങ്ങളാണ്. 14 ഭൗമദിനങ്ങൾ. 2025 റാംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2025 റാംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ്. കേരളത്തിൽ ആദ്യമായി ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ ആണ്. തിരുവനന്തപുരം സെൻട്രൽ. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയ വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന യൂറോപ്യൻ ശക്തി ഏത്? കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയ വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻ ഡി, പോർച്ചുഗീസുകാർ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ആദ്യമായി നടപ്പിലാക്കിയ പ്രദേശങ്ങളുടെ ശരിയായ കൂട്ടം ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ആദ്യമായി നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രധാന വ്യക്തി ആര്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രധാന വ്യക്തി ഹോൾട്ട് മക്കിൻസി ആണ്. ഹോൾട്ട് മക്കിൻസി. ശിലകൾ, ലോഹത്തകിടുകൾ, ഇഷ്ടികകൾ, ഓലകൾ തുടങ്ങിയ പ്രതലങ്ങളിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിലകൾ, ലോഹത്തകിടുകൾ, ഇഷ്ടികകൾ, ഓലകൾ തുടങ്ങിയ പ്രതലങ്ങളിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എപ്പിഗ്രാഫി. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം 15 ആണ്. അനുച്ഛേദം 15. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ള. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കേരളത്തിൽ നടന്ന ഏത് കലാപത്തെക്കുറിച്ച് ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? ഏത് കലാപത്തെക്കുറിച്ച് ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? കുറിച്യ കലാപത്തെക്കുറിച്ച് TH ബേബറാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. കുറിച്യ കലാപത്തെക്കുറിച്ച് TH ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവലാണ് അമൃതം തേടി. നോവലിന്റെ പേര് അമൃതം തേടി. രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. 1698 സുധനൂതി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ട ഏത്? 1698 സുധനൂതി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ട ഏതാണ്? വില്യം കോട്ടയാണ്. വില്യം കോട്ട. ചെറുധാന്യങ്ങളെക്കുറിച്ച് തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരി?
ഗോതമ്പിനേക്കാളും അരിയേക്കാളും പോഷക സമൃദ്ധമാണ് ചെറുധാന്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ചെറുധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഹരിത വിപ്ലവം ഭാരതത്തിലെ ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിച്ചു. ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഗോതമ്പിനേക്കാളും അരിയേക്കാളും പോഷക സമൃദ്ധമാണ് ചെറുധാന്യങ്ങൾ ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചെറുധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ശരിയാണ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം. ഐക്യരാഷ്ട്രസഭ 2025 ഏത് പ്രത്യേക അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഐക്യരാഷ്ട്രസഭ 2025 ഏത് പ്രത്യേക അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. ലോകത്തിലെ ഏറ്റവും വലുതും ബംഗാൾ കടവുകളുടെ ആവാസ കേന്ദ്രവുമായ സുന്ദർബൻസ് ഡെൽറ്റ ഏത് നദികൾ ചേർന്നാണ് രൂപപ്പെട്ടത്? സുന്ദർബൻസ് ഡെൽറ്റ രൂപപ്പെട്ടത് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ചേർന്നാണ്. ഗംഗ ബ്രഹ്മപുത്ര നദികൾ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആർട്ടിക്കിൾ 17. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, 4. ജനറൽ ബഖ്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ചത് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരെന്ന് കമന്റ് ചെയ്യുക. ബ്രഹ്മസമാജ സ്ഥാപകൻ. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1% 1%. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ആരാധന നടത്തുന്നതിനും വേണ്ടിയായിരുന്നു. വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു. ഓപ്ഷൻ ബി ആണ് 2, 3 എന്നിവ. വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു. സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുവാൻ കാരണം. സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടുവാൻ കാരണം എന്ത്? ഓപ്ഷൻ ഡി. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായി ഭ്രമണം ചെയ്യുന്നത് കൊണ്ട്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായി ഭ്രമണം ചെയ്യുന്നത് കൊണ്ട്. കോറിയോലിസ് പ്രഭാവം കാരണം ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായി സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിശയിലേക്കാണ് വ്യതിചലിക്കുന്നത്? വലതുവശത്തേക്കാണ് വ്യതിചലിക്കുന്നത്. വലതുവശം. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് ഗുജറാത്താണ്. ഗുജറാത്ത്.
അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം രചിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും ആരാണ്? അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. ശശി തരൂറാണ്. ഓപ്ഷൻ സി, ശശി തരൂർ. ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫൂട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്? അറ്റ്ലസ് ഫൂട്ട് എന്ന രോഗമുണ്ടാക്കുന്നത് ഫംഗസ് ആണ്. ഫംഗസ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. പദ്ധതിയുടെ പേര് സ്നേഹസാന്ത്വനം. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1-നാണ് നിയമം നിലവിൽ വന്നത്. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായ ജോഡികളാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എയും സിയും ശരിയാണ്. GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇത് രണ്ടും ശരിയാണ്. ബി പറഞ്ഞിരിക്കുന്നു 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയെന്ന്. GST നടപ്പിലാക്കിയത് 101-ാം ഭേദഗതിയിലൂടെയാണ്. ഡി ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. GST ഒരു പരോക്ഷ നികുതിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടി ചുരമാണ്. ആലട്ടി ചുരം. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11. ഒരു കുട്ടി ചുമരിനെ തള്ളുന്നത് ഏതു തരം പ്രവൃത്തിയാണ്? ഒരു കുട്ടി ചുമരിനെ തള്ളുന്നത് ഏതു തരം പ്രവൃത്തിയാണ്? 0 0. ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം. ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 1903-ലാണ്. 1903. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി ജ്യോതി. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവമാണ് കെട്ടുകാഴ്ച അല്ലെങ്കിൽ കുതിരക്കെട്ട്. ഇത് ഡാഷുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബുദ്ധമതം. ഒരു ആസിഡിനെ നേർപ്പിക്കുമ്പോൾ അതിൻ്റെ pH മൂല്യം. ആസിഡിനെ നേർപ്പിക്കുമ്പോൾ അതിൻ്റെ pH മൂല്യം കൂടുന്നു. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 16. അനുച്ഛേദം 16. മനുഷ്യ ശരീരത്തിൽ അന്നപദത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടൽ. വിൽഹേം കോൺറാഡ് റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം. വിൽഹേം കോൺറാഡ് റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ചത് 1895-ലാണ്. 1895. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത് തിരുനെൽവേലിയാണ്. തിരുനെൽവേലി. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതമാവുകയും അധാര്യമായി മാറുകയും ചെയ്യുന്ന രോഗാവസ്ഥ. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതമാവുകയും അധാര്യമായി മാറുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് സിറോഫ്താൽമിയ. ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ. പ്രായം കൂടുന്നതിന് അനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെട്ട് കാഴ്ച മങ്ങുന്ന രോഗാവസ്ഥ. പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെട്ട് കാഴ്ച മങ്ങുന്ന രോഗാവസ്ഥയാണ് വെള്ളെഴുത്ത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.
വെള്ളെഴുത്ത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ 42ാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേര്. 42ാം ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ സി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ദച്ചിങ്ങാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം. ദച്ചിങ്ങാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ദിഫു ആണ്. ദിഫു. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3ാം പദ്ധതിക്കാലത്താണ്. 3ാം പദ്ധതി. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം സാർസ് ആണ്. സാർസ്. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചതാര്? മുനിചര്യ പഞ്ചകം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. അരി, ഗോതമ്പ് എന്നിവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി. അന്ത്യോദയ അന്ന യോജന. ഓപ്ഷൻ എ ആണ് ഉത്തരം. അന്ത്യോദയ അന്ന യോജന. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ച വർഷം 1815. 1815. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ്. സിന്ധു നദിക്കരയിലാണ്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയമല്ലാത്തത്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയമല്ലാത്തത് യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ്. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. കരൾ. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012-ലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4 പ്രസ്താവനകളും ശരിയാണ്. ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. ഓപ്ഷൻ എ, യൂണിയൻ ലിസ്റ്റ്. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്നതുമായ സന്ധി? ബിജാഗിരി സന്ധി. അവസാനത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം. 8ാം ഷെഡ്യൂളിൽ ഔദ്യോഗിക ഭാഷകൾ 22. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.